ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്ക് അടിപൊളിയായിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈഡ് റെസിപ്പി അയച്ചാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മളൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ പാനിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് ഞാൻ എണ്ണ ഒഴിക്കുന്നുള്ളൂ. പിന്നെ ആ എണ്ണയൊന്ന് ചൂടാക്കുമ്പം അതിലോട്ട് നമ്മൾ 4 ഗ്രാമ്പൂ പിന്നെ ഒരു പട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലോട്ട് ആവശ്യത്തിനുള്ള ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ അകത്തോട്ടേക്ക് പെരിഞ്ജീരകം ഇടുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒനിയൻ ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു ഒനിയനാണ് എടുത്തിട്ടുള്ളത്. അത് സവോളയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കളർ മാറി ഒരു ബ്രൗൺ കളർ ആവണം. ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നോക്കണം വഴറ്റിയെടുക്കാം. ഇനി അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സമയം കൊണ്ട് നമ്മുടെ സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. നമ്മളെപ്പോഴും ലോ ഫ്ലെയിമിലിടുക കേട്ടോ. ഇപ്പോൾ കളറെല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സവോളയുടെ മിക്സ് ഒന്ന് മാറ്റി തണുക്കാൻ വയ്ക്കാം. ഇനി ആ സമയം കൊണ്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പൊട്ടേറ്റോ ഇട്ട് കൊടുക്കാം. പൊട്ടേറ്റോ ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിങ്ങി കിട്ടണം കേട്ടോ. ചെറുതായിട്ടൊന്ന് മുരിങ്ങി കിട്ടണം. നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ കളറൊക്കെ ഒന്ന് മാറി കിട്ടും. നിങ്ങൾ പെയിൻറ്റിങ്, ഡ്രോയിങ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ എൻ്റെ ഷോർട്സ് കാണുക. അല്ല നിങ്ങൾക്ക് കുക്കിംഗ് ആണ് ഇഷ്ടമെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുക. കാരണം ഞാൻ കുക്കിംഗ് കൂടുതലും വീഡിയോസിലും പിന്നെ പെയിൻറ്റിങ്, ഡ്രോയിങ് പോലുള്ള സംഭവങ്ങളെല്ലാം എൻ്റെ ഷോർട്സിലുമാണ് പോസ്റ്റ് ചെയ്യുക. ഈ സമയം കൊണ്ട് നമ്മളൊരു മിക്സിയിലോട്ട് നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന സവോള മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ മസാലാസ് ഒന്നും ഡയറക്റ്റ് ചേർക്കുന്നില്ല. എല്ലാം ഈ മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷമാണ് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച പൊട്ടറ്റോയിലോട്ട് ഇടുക. സോ ഇതിലോട്ട് നമ്മൾ ആദ്യം തന്നെ സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റിയാണ് ഈ ഒരു ഡിഷ്. നമുക്ക് ഈ ഒരു പൊട്ടറ്റോ ഫ്രൈ നമുക്ക് ദോശയുടെ കൂടി കഴിക്കാം, അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടിയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. നമ്മൾ നേരത്തെ പൊട്ടറ്റോയിലോട്ട് നമ്മൾ അടിച്ചെടുത്ത മിക്സ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റണം. വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. പെട്ടെന്ന് കളറ് മാറിയത് ആലോചിക്കരുത്. കാരണം നേരത്തെ സൺലൈറ്റിൻ്റെ ഗ്ലെയർ അടിക്കുന്നത് കൊണ്ടായിരുന്നു ആ ഒരു കളറ്. ഞാൻ അവിടെ കർട്ടൻ ഇട്ടപ്പം കളറ് മാറിയായിരുന്നു. ഇനി നമ്മൾ ഇതിനകത്തോട്ടേക്ക് ഒരല്പം പഞ്ചസാര ഇടുന്നുണ്ട്. ഒരു ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ്. കറിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് പഞ്ചസാര ഇടുക, കൂടുതൽ ഇടാതിരിക്കുക. വളരെ കുറച്ച് ഇടാവൂ.
ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊട്ടറ്റോയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇതിന് കുറച്ച് സമയം ലോ ഫ്ലെയിമിലിടാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. ബൈ.